ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ ത്വാഹൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചും അറിഞ്ഞും പവിത്രമായ റബീഉൽ അവ്വലിൻ്റെ പടിവാതിൽക്കലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ കൂടുതൽ ആശയസമ്പൂർണവും സന്ദർഭോചിതവുമായ അധ്യായങ്ങളിലൂടെയാണ് കിതാബു ഷിഫയുടെ പരമ്പര നാം തുടർന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും അനിവാര്യതയുമാണ് ഇന്ന് നാം തുടങ്ങുന്ന ഭാഗത്തുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗം അനുകരണമാണ്. വ അമ്മാ വുജൂബു ഇത്തിബാഇഹി വംതിസാലി സുന്നത്തിഹി വൽഇഖ്തിദാഇ ബിഹദീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ അനുകരിക്കുകയും അവിടുത്തെ സഞ്ചാര വഴികളെ അനുധാവനം ചെയ്യുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നത് നിർബന്ധമാകുന്നു. അതേക്കുറിച്ച് പറയുമ്പോൾ ഫഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഖുൽ, നബിയെ അവിടുന്ന് ലോകത്തിനൊരു ഉത്ബോധനം നൽകണം. ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുകരിക്കണം. ഈ ആയത്തിൻ്റെ ഘടനയിൽ വലിയൊരു കൗതുകമുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ അനുകരിക്കുവിൻ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ അനുകരിക്കുവിൻ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് നൽകുന്ന സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്നെ സ്നേഹിക്കൽ. എന്നെ അനുകരിക്കുക വഴി എൻ്റെ സ്നേഹവും അതുവഴി അള്ളാഹുവിൻ്റെ സ്നേഹവും നിങ്ങൾക്ക് പ്രാപിക്കാനാവും എന്ന ഒരാശയം. എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടം വെക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരും. വഖാല തആല, എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, മറ്റൊരു സൂക്തം കാണാം, فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. فآمنوا بالله ورسوله, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുവിൻ. എങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ്? അന്നബിയിൽ ഉമ്മിയല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി, ഉമ്മിയായ നബിയാണ്. ഉമ്മയ്യൻ്റെ വിശദീകരണങ്ങൾ പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വമാണ് പറഞ്ഞത്.
അല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി, അള്ളാഹുവിലും അവൻ്റെ കിതാബുകളിലും ദൃഷ്ടാന്തങ്ങളിലും വചനങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്ന നബി. വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾക്ക് നേർമാർഗം സിദ്ധിക്കാൻ നിങ്ങൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കുവിൻ. അപ്പോൾ അനുകരണം വേണമെന്ന് ഖുർആൻ വ്യക്തമായി പറയും. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷിത്വം പറഞ്ഞിട്ട് പറയാണ്, ലാ യുഅ്മിനൂന, നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, ഓ തങ്ങളെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് തങ്ങളെ വിധികർത്താവാക്കുന്നത് വരെ. വിധികർത്താവാക്കിയാൽ മാത്രം പോരാ, ثم لا يجدوا في أنفسهم حرجا مما قضيت, അവിടുന്ന് വിധിച്ചതിൽ അവർക്കൊരു മനസ്സങ്കോചവും ഉണ്ടാകാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിധികർത്താവാക്കുകയും തങ്ങൾ വിധിച്ചതിൽ യാതൊരു സങ്കോചവും ഇല്ലാതിരിക്കുകയും ചെയ്യണം. വയുസല്ലിമൂ തസ്ലീമാ, അവിടുത്തേക്ക് പൂർണ്ണമായും വിധേയപ്പെടണം. യൻഖാദൂ ലിഹുക്മിക, അവിടുത്തെ വിധിക്ക് പൂർണ്ണമായി അവർ തൃപ്തിപ്പെടുകയും ചെയ്യുന്നതുവരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശ്ചയങ്ങളെയും നിർണയങ്ങളെയും തീരുമാനങ്ങളെയും വിധികൽപ്പനകളെയും വിധി തീർപ്പുകളെയുമെല്ലാം യാതൊരുവിധ മനസ്സംഘർഷവും കൂടാതെ സ്വീകരിച്ച് അവിടുത്തെ പാദസ്പർശങ്ങളെ അനുകരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവൂ. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുക, അവിടുത്തെ മാർഗത്തെ പിൻപറ്റുക, അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കുക, അതിൽ യാതൊരു മനസ്സങ്കോചവും ഉണ്ടാകാനും പാടില്ല. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം എന്നതിനെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു പ്രമാണമാണത്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, മറ്റൊരു സൂക്തത്തിലൂടെ അല്ലാഹു തആല പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാർഗദർശനം നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ട്. അപ്പം നിങ്ങൾ ആരെയാണ് അനുകരിക്കേണ്ടത്? നിങ്ങൾ മോഡലാക്കേണ്ടത്, റോൾ മോഡലാക്കേണ്ടത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏതു വിധത്തിൽ എന്ന് പറഞ്ഞാൽ ആർക്ക് ഏത് വിധേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിക്കുന്നവർക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃകയുള്ളത്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും അവനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹവും പ്രതീക്ഷയുമുള്ളവർ, അന്ത്യനാളിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉദാത്തമായ മാതൃകയുള്ളത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി അനുകരിച്ച് അവിടുത്തെ നീക്കുപോക്കുകളോട്, ചര്യകളോട്, ഡിസിപ്ലിനുകളോട് നമ്മൾ ഓരോരുത്തരും യോജിച്ചു വരണം. അപ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും പരലോകത്തെ രക്ഷയും സാധ്യമാകുന്നത്.
വൽ ഉസ്വത്തു ഫിർ റസൂലി അൽ ഇഖ്തിദാഉ ബിഹി. ഉസ്വത്തുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ കൃത്യമായി അനുകരിക്കണം, പിന്തുടരണം. വൽ ഇത്തിബാഉ ലി സുന്നത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളെ നമ്മൾ പിൻപറ്റണം. വ തർക്കു മുഖാലഫത്തിഹി ഫീ ഖൗലിൻ ഔ ഫിഅലിൻ, വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ അവിടുത്തേക്ക് വിയോജിക്കാൻ പാടില്ല, അവിടുത്തോടുള്ള വിയോജിപ്പിനെ ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ അർത്ഥത്തിലും യോജിക്കുകയും അനുകരിക്കുകയും അനുകൂലിക്കുകയും വേണം. വഅനിൽ ഇർബാദ് ബിൻ സാരിയത്ത് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറയാണ്, ഫീ ഹദീസിഹി ഫീ മൗഇലത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപദേശങ്ങളിലുള്ള ഹദീസ് പരാമർശിക്കവേ അവിടുന്ന് പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ ചര്യയെ അനുകരിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സദ്വൃത്തരായ നേർമാർഗത്തിൻ്റെ ഉടമകളായ ഖുലഫാഉർ റാഷിദിൻ്റെ ചര്യയും. അല്ലു അലൈഹാ ബിൻ നവാജിദി, തേറ്റപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുവിൻ. വഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ അടിസ്ഥാനമില്ലാത്ത പുത്തൻ കാര്യങ്ങളിൽ നിങ്ങൾ അകന്നു നിൽക്കുവിൻ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും അഥവാ ദീനിൽ അടിസ്ഥാനമിതമില്ലാത്ത വിധം ദീനിൻ്റെ പേരിൽ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും ബിദ്അത്തുൻ, ബിദ്അത്താകുന്നു. വകുല്ല ബിദ്അത്തിൻ ളലാല, അത്തരത്തിലുള്ള ഓരോ ബിദ്അത്തുകളും മാർഗഭ്രംശമാകുന്നു, വഴികേടാകുന്നു. അപ്പം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയെ പിന്തുടരണം, കെട്ടിയുണ്ടാക്കുന്ന പുതിയ കാര്യങ്ങളിൽ വീണുപോകരുത്, നിങ്ങൾ നേർവഴിയുടെ വക്താക്കളായി ജീവിക്കണം. വഫീ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, സ്വനഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ തറഖസ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആനുകൂല്യം നൽകിയ ഒരു കാര്യം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വിടുതി നൽകിയതാണ്. അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ചെയ്തു. അപ്പോൾ റുഖ്സ എടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് അനുമതി ലഭിച്ച ഒരു കാര്യം. ഫതനസ്സഹ അൻഹു ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ വലിയ സൂക്ഷ്മതയുള്ള ആളാന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു, ആനുകൂല്യം പറ്റാതെ മാറി നിന്നു. ഫബലഗ ദാലിക നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്തി. ഫഹമിദല്ലാഹ വാസന അലൈഹി, അപ്പോൾ ഉത്ബോധനത്തിന് വേണ്ടി നബി തങ്ങൾ ഹംദും സ്വലാത്ത്, ഹംദും സനാഉം ഒക്കെ ചൊല്ലി. സുമ്മ ഖാല, എന്നിട്ട് അവിടുന്ന് ഉത്ബോധിപ്പിച്ചു, മാ ബാലു ഖൗമിൻ, ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ അവസ്ഥ എന്താ, യതനസ്സഹൂന അനി ശൈഇ അസ്നഉഹു, ഞാൻ ചെയ്യുന്നൊരു കാര്യം പോലുള്ള കാര്യത്തിൽ നിന്ന് അവർ വിട്ടു നിൽക്കുക, അവർ വലിയ സൂക്ഷ്മതക്കാരായി വിട്ടു നിൽക്കുക, ഞാൻ ചെയ്യുന്നൊരു കാര്യത്തെ പോലുള്ള കാര്യം ചെയ്യാൻ അവർക്ക് വയ്യ. ഫവല്ലാഹി, അല്ലാഹുവിൽ സാക്ഷി, ഇന്നി ലഅലമുഹും ബില്ലാഹി വഅശദ്ദുഹും ലഹു ഖശിയ, ഞാൻ അവരെക്കാൾ അള്ളാഹുവിനെ ഏറ്റവും അറിയുന്ന ആളും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ആളുമാണ് ഞാൻ. അപ്പം ഞാൻ അനുവദിച്ചൊരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് ന്യായം ഇല്ല. അപ്പം നിങ്ങളത് പാലിക്കുകയും നടപ്പിലാക്കുകയുമാണ് വേണ്ടത്, നിങ്ങളങ്ങനെ വിട്ടു നിൽക്കാൻ പാടില്ല. വഅമ്മാമ വറദ അനിസ് സലഫി, സ്വഹാബികളിൽ നിന്നും താബിഉകളിൽ നിന്നും നിവേദനം ചെയ്തു വന്നത്, വൽ അഇമ്മത്തി മിൻ, ഇമാമുകളിൽ നിന്നും. അപ്പോൾ ഇമാമുകളുടെയും സലഫുസ്വാലിഹീങ്ങളിലൊക്കെ നടപടി നോക്കിയാൽ ഏതിൽ, മിനിത്തിബാഇ സുന്നത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പിൻപറ്റുന്നതിലും, വൽ ഇഖ്തിദാഇ ബിഹദിഹി വസീറത്തിഹി, അവിടുത്തെ നടപടികളെയും ജീവിതക്രമങ്ങളെയും പിന്തുടരുന്നതിൽ സലഫുകളുടെ അവസ്ഥ എന്താണ്, സ്വഹാബി ത്വാബികളുടെ അവസ്ഥ എന്താണെന്ന് പഠിച്ചു നോക്കിയാൽ, അതിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കേറെ പഠിക്കാനുണ്ട്.
അതിൽ നിന്ന് പറഞ്ഞാലോ അനിബിന് ഷിഹാബിൻ അൻ റജുലിൻ മിൻ ആലി ഖാലിദ് ബിൻ അസീദിൻ, ഖാലിദ് ബിൻ അസീദ് ഗോത്രത്തിൽ നിന്നുള്ള ഒരാളെക്കുറിച്ച് പറയാണ്, അന്നഹു സഅല അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളോട് അദ്ദേഹം ചോദിച്ചു റളിയല്ലാഹു അൻഹുമാ, യാ അബാ അബ്ദുറഹ്മാൻ, ഓ അബൂ അബ്ദുറഹ്മാനെ, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ അങ്ങനെ വിളിക്കണം, ഇന്നാ നജിദു സ്വലാത്തൽ ഖൗഫി വ സ്വലാത്തൽ ഹളരി ഫിൽ ഖുർആൻ, ഖുർആനിൽ നാട്ടിലുള്ളപ്പോഴുള്ള നിസ്കാര രീതി എങ്ങനെയാണ്, ഭയമുള്ളപ്പോഴുള്ള നിസ്കാര രീതി എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വലാ നജിദു സ്വലാത്ത സഫരി, യാത്രക്കാരൻ്റെ നിസ്കാരത്തെക്കുറിച്ച് കാണുന്നില്ലല്ലോ, നമ്മൾ എത്തിച്ചില്ലല്ലോ, നമുക്ക് മനസ്സിലായില്ലല്ലോ. ഫഖാല ഇബ്നു ഉമറ, അപ്പം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന അഖി, അല്ലയോ സഹോദരപുത്ര, സാധാരണ അടുത്തൊരു വാത്സല്യത്തോടുകൂടി വിളിക്കാൻ, ഇന്നല്ലാഹ ബഅസ ഇലൈനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിലേക്ക് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചു തന്നു. വലാ നഅലമു ഷൈഅൻ, അന്ന് നമുക്കൊന്നും അറിയാത്ത കാലത്താണ് അയച്ചു തന്നത്. നമ്മൾ വിവരശൂന്യരായിരുന്നപ്പോൾ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് നിയോഗിച്ചു. വഇന്നമാ നഫ്അലു കമാ റഅയ്നാഹു യഫ്അൽ, അവിടുന്ന് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അപ്രകാരം നമ്മൾ പ്രവർത്തിക്കുന്നു, അതാണ് നമ്മുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അനുകരിക്കുക, അതാണ് നമ്മൾ വേണ്ടത്. വകതബ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി ഇലാ ഉമ്മാലിഹി, അവിടുന്ന് ഓരോ പട്ടണത്തിലെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഗവർണർമാർ, അഡീഷണൽ ഗവർണർമാരുണ്ട്, അങ്ങനെയുള്ള അവിടുന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വ്യത്യസ്ത പട്ടണങ്ങളിലേക്ക് അയച്ച ഉമ്മാലികൾക്ക് അവിടുന്ന് ലെറ്റർ എഴുതി. എന്താണ് മാറ്റർ? ബി തഅല്ലുമി സുന്നത്തി വൽ ഫറായിദി വൽ ലഹ്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെയും നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളെയും ഭാഷയും പഠിക്കാൻ വേണ്ടി അവിടുന്ന് മെസ്സേജ് അയച്ചു, സന്ദേശം അയച്ചു. വഖാല, എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇന്ന നാസൻ യുജാദിലൂനക്കും യഅനി ബിൽ ഖുർആനി, ചില ആളുകൾ നിങ്ങളോട് ഖുർആൻ കൊണ്ട് തർക്കിക്കാൻ വരും. ഫഖുദൂഹും, അവരെ നിങ്ങൾ മറികടക്കണം, പിടിക്കണം, തോൽപ്പിക്കണം, ബിസ്സുനനി, സുന്നത്ത് കൊണ്ട്. ഫഇന്ന അസ്ഹാബസ്സുനനി, സുന്നത്തുകളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർ അഅലമു ബി കിതാബില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് ഏറ്റവും വിവരമുള്ളവരാണ്. അപ്പം സുന്നത്തിൻ്റെ പ്രാധാന്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയുടെ മഹത്വം എന്നിവയാണ് ഈ പറഞ്ഞത്. വഫീ ഖബരിഹി, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ ഒരു സംഭവത്തിൽ കാണും, ഉദ്ധരണിയിൽ കാണും, ഹീന സ്വല്ലാ ബിദിൽ ഹുലൈഫ, ദുൽഹുലൈഫയിൽ നിസ്കരിച്ചപ്പോൾ, റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഖാല, അവിടുന്ന് പറഞ്ഞു, അസ്നഉ കമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്നഉ, നബി തങ്ങൾ ചെയ്യുന്ന മാതിരി ഞാൻ ചെയ്യുന്നു. അതാണ് ദുൽഹുലൈഫയിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്. എനിക്കുള്ള തെളിവ് എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അത്രയും ക്ലോസ് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, അനുകരണമായിരുന്നു. അൽ ഖസ്ദു ഫിസ്സുന്നതി, സുന്നത്തിൽ നിന്ന് ഒരു മധ്യനിലവാരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തൽ, ഖൈറുൻ, അതാണ് ഉത്തമം, മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അത്തി, ബിദ്അത്തായ കുറേ കാര്യങ്ങൾ പരിശ്രമിച്ചുണ്ടാക്കുന്നതിനേക്കാളും ഉത്തമം സുന്നത്തായ കാര്യങ്ങളെ പരമാവധി ഒരു മധ്യനിലവാരത്തിൽ പരിപാലിച്ചു കൊണ്ടുപോകലാണ്. സുന്നത്തിനെ എല്ലാം കളഞ്ഞിട്ട് കുറേ ബിദ്അത്തിൻ്റെ പിന്നാലെ പോകരുത്. വഖാല ശാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല ഇത്തിബാഉഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞാൽ അതിനെ പിന്തുടരൽ തന്നെയാണ്. അതിനോടുള്ള കടമ അതന്നെ ഉള്ളൂ, അതിനെ പിന്തുടരുക. വഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വനളറ ഇലൽ ഹജറിൽ അസ്വദി, ഹജറുൽ അസ്വദിലേക്ക് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക ലാ തൻഫഉ വലാ തളുർ, ഓ ഹജറുൽ അസ്വദേ, നിന്നെക്കൊണ്ട് യാതൊരു ഉപകാരവും ഉപദ്രവവും ഇല്ല, ഒരു ഉപദ്രവത്തിനും ഉപകാരത്തിനുള്ള കഴിവില്ല.
വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ മാ ഖബ്ബൽതുക, നിന്നെ ഞാൻ മുത്തം വെക്കുമായിരുന്നില്ല. സുമ്മ ഖബ്ബലഹു, ഇത് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഹജറുൽ അസ്വദിന് ചുംബനം കൊടുത്തത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യത്തെ അനുകരിക്കാനുള്ള സ്വഹാബിയുടെ ആവേശം, അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഇസ്ലാമിൻ്റെ ബോധ്യം, ചര്യകളോടുള്ള ബന്ധം, ഇതൊക്കെയാണ് പറഞ്ഞത്. വഖാല അബൂ ഉസ്മാൻ അൽ ഹൈരി എന്നവർ പറയാണ്, മൻ അമ്മറ സുന്നത്ത് അലാ നഫ്സിഹി ഖൗലൻ വഫിഅലൻ, വാക്കിലും പ്രവൃത്തിയിലും ഒരാൾ തിരുസുന്നത്തിനെ വിധികർത്താവാക്കിയാൽ, അഥവാ സുന്നത്ത് പ്രകാരം പ്രവർത്തിച്ചാൽ, നതഖ ബിൽ ഹിക്മതി, അയാൾ തത്വജ്ഞാനം കൊണ്ട് സംസാരിക്കും. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിയും വിവേകവും തിരിച്ചറിവും തത്വജ്ഞാനവും പിന്നീട് ആ സംഭാഷണത്തിൽ തന്നെ കാണാൻ പറ്റും. വമൻ അമ്മറൽ ഹവാ അലാ നഫ്സിഹി, ആരെങ്കിലും ദേഹേച്ഛയെ സ്വന്തം നഫ്സിൻ്റെ മേൽ മുതലാളിയാക്കിയാൽ, അഥവാ ദേഹേച്ഛയുടെ കൽപ്പനയ്ക്കനുസരിച്ച് സഞ്ചരിച്ചാൽ, നതഖ ബിൽ ബിദ്അ, ബിദ്അത്തായിരിക്കും അയാൾ സംസാരിക്കുക. ഇനി ഒരു ഭാഗം കൂടി നമുക്ക് ചെയ്ത് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിന്നാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? വ മുഖാലഫത്തു അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾക്ക് വിഘാതം നിൽക്കുക. വ തബ്ദീലു സുന്നത്തിഹി, അവിടുത്തെ സുന്നത്തിന് മാറ്റിമറിക്കുക. അത് ലലാലുൻ, അത് മാർഗക്കേടാകുന്നു, മാർഗഭ്രംശമാകുന്നു. ഫസ്ലുൻ ഫീ മഗ്ബത്തി മുഖാലഫത്തി അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്ക് വിഘാതം നിൽക്കുക, അതുപോലെ തന്നെ അവിടുത്തെ ആജ്ഞ ചെയ്യാതിരിക്കുക. വ മുഖാലഫത്തു അംരിഹി വ തബ്ദീലു സുന്നത്തിഹി ലലാലുൻ വ ബിദ്അത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയോട് വിയോജിക്കുക, അവിടുത്തെ ചര്യകളിൽ മാറ്റം വരുത്തുക, അത് ലലാലുൻ വ ബിദ്അത്തുൻ, അത് പുത്തനാശയവും മാർഗക്കേടുമാണ്, വഴിപിഴക്കലുമാണ്. മാത്രമല്ല മുതവഅദും മിനല്ലാഹി തആല അലൈഹി ബിൽ ഖിദ്ലാനി വൽ അദാബി, അയാൾക്ക് ശിക്ഷയും നിന്ദയും ഉണ്ടെന്ന് അല്ലാഹു തആല താക്കീത് നൽകപ്പെട്ടവരുമാണവൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ അയാൾക്ക് ശിക്ഷയുണ്ട്, അയാൾക്ക് നിന്ദയുണ്ടെന്ന് അല്ലാഹു തആല താക്കീത് നൽകിയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടവരായി പോകും. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നവർ ഭയന്നുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് നാശം വന്നു ഭവിക്കുന്നതിന്, ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയോ നാശമോ ഒക്കെ വന്ന് ഭവിക്കാതെ അവർ സൂക്ഷിച്ചോട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ വിട്ടുനിൽക്കുന്ന ആളുകൾ, അവർക്ക് താക്കീതായിട്ട് പറയാണ്. പിന്നെ ഖുർആൻ പറയുന്നു, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഘടിച്ചു, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, നേർമാർഗം വ്യക്തമായതിനു ശേഷം, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, എന്നിട്ട് മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗത്തെ അയാൾ പിന്തുടരുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവർ പോയ വഴിക്ക് നാം അവരെ വിടും, അവർ തെളിച്ച വഴിക്ക് അവരെ നയിക്കും. വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ,
അവരെ അങ്ങനെ നാം നരകത്തിലേക്ക് എത്തിക്കും. വസാഅത്ത് മസീറ, അതെത്ര മോശമായ മടക്കസ്ഥാനമാകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم خرج إلى المقبرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിലേക്ക് പുറപ്പെട്ടു. അബൂ ഹുറൈറ പറയാണ്, വദക്കറ അൽ ഹദീസ, അവിടുന്ന് നീണ്ടൊരു ഹദീസ് പറഞ്ഞു, ഫീ സിഫത്തി ഉമ്മത്തിഹി, അവിടുത്തെ സമുദായത്തിൻ്റെ വിശേഷണങ്ങൾ. വഫീഹി, അതിലുണ്ട്, ഫൽയുദാദന്ന റിജാലുൻ അൻ ഹൗളി കമാ യുദാദുൽ ബഈറു ദ്ദാല്ലു, ഒറ്റപ്പെട്ടു വന്ന ഒട്ടകം അകറ്റി മാറ്റപ്പെടുന്നത് പോലെ നാളെ പരലോകത്ത് എൻ്റെ ഹൗലുങ്ങളിൽ നിന്ന് ചില ആളുകൾ മാറ്റപ്പെടും. അവർക്കിങ്ങനെ കൂട്ടത്തിൽ നിന്ന് ചേരാൻ കഴിയണില്ല. കൂട്ടത്തിൽ ഇങ്ങനെ ഒട്ടകം വരുന്നു, അപ്പോൾ ഒറ്റപ്പെട്ട ഒട്ടകം വന്ന് അങ്ങനെ അതിനുള്ളിൽ തിരുക്കി കയറാൻ കഴിയുന്നില്ല, അങ്ങനെ ദൂരത്താവും. അപ്പം ഞാൻ വിളിക്കുമ്പോൾ ഉനാദിയും, ഞാൻ അവരെ വിളിക്കും, അലാഹലുമ്മ അലാഹലുമ്മ, വരി 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 വരി. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക്, അവർ അവിടത്തേക്ക് ശേഷം കാര്യങ്ങളെ അവരുടെ ഇഷ്ടപ്രകാരം മാറ്റിമറിച്ചവരാണ്. അപ്പോൾ ഞാൻ പറയും, ഫസുഹ്ഖൻ ഫസുഹ്ഖൻ ഫസുഹ്ഖൻ, വിട്ടുമാറി നിൽക്കൂ, അകന്നു പോകൂ എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തെ വിട്ട് തന്നിഷ്ടപ്രകാരമുള്ള പുതിയ കാര്യങ്ങളിലേക്ക് വന്നാൽ നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലിൽ നിന്ന് അകറ്റപ്പെടും, ബിദ്അത്തുകാർ അകറ്റപ്പെടും. നഊദുബില്ലാഹ്, നമ്മളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വറവാ അനസുൻ അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ ചര്യയെ വിട്ട് താല്പര്യപ്പെട്ടാൽ, എൻ്റെ ചര്യക്ക് പുറത്തുള്ള രീതിയെ താല്പര്യപ്പെട്ടാൽ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. മൻ അദ്ഖല ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അടിസ്ഥാനമില്ലാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വ്യവസ്ഥയിലേക്ക് ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് നമ്മളിൽപ്പെട്ടതല്ല, നമ്മുടെ വ്യവസ്ഥയിൽപ്പെട്ടതല്ല. ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. وروى ابن أبي رافع أن النبي عن النبي صلى الله عليه وسلم لا ألفين أحدكم متكئا على أريكته, ഒരാളിങ്ങനെ ഇരിപ്പിടത്തിൽ ചാരിയിരിക്കുമ്പോൾ, യഅ്തീഹിൽ അംറു മിൻ അംരി മിമ്മാ അമർതു ഔ നഹൈതു അൻഹു, ഞാൻ അനുകൂലിച്ചതോ പ്രതികൂലിച്ചതോ ഒരു കാര്യം അയാൾക്കെത്തി. ലാ ഉൽഫിയന്ന അഹദക്കും, നിങ്ങൾ ഒരാളോട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ യോജിക്കുന്നില്ല, അവരിൽ ഞാൻ അകലെയാണ്. എങ്ങനെയുള്ള ആളുകളാ? മുത്തക്കി അന്നല അരീക്കത്തി, അയാളുടെ സപ്രപഞ്ചത്തിൽ ഇരിപ്പിടത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുക. യഅ്തീഹിൽ അംറു മിൻ അംരി മിമ്മാ അമർതു ഔ നഹൈതു അൻഹു, ഞാൻ വിലക്കിയതോ ഞാൻ അനുവദിച്ചതുമായ ഒരു കാര്യം അയാളോട് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ പറയപ്പെട്ടു. ഫയഖൂലു, അപ്പോൾ അയാൾ പറയാം, ലാ അദ്രി മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, അതെനിക്കറിയില്ല, ഖുർആനിലുള്ളത് നമ്മൾ പിന്തുടർന്നോളാം. അങ്ങനെ പറയുന്ന, ഖുർആനിൽ ഉള്ളത് ഞങ്ങൾ ചെയ്തോളാം, സുന്നത്തി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകൾ, അവരോട് എനിക്ക് യോജിപ്പില്ല, അവരോട് ഞാൻ ബന്ധവിച്ഛേദത്തിലാകുന്നു. ദാദഫി ഹദീസിൽ മിഖ്ദാം എന്നവരുടെ ഹദീസിലുണ്ട്, അലാ വഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല മാ ഹറമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയ ഒരു കാര്യം അല്ലാഹു തആല നിഷിദ്ധമാക്കിയതുപോലെയാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളതാണ്. പിന്നെ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലക്കൽ മുതനത്തിഊൻ, സംഭാഷണങ്ങളിൽ അങ്ങേയറ്റം അധികപ്പറ്റ് കാണിക്കുന്നവർ നശിച്ചുപോയി, വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ അധികപ്പറ്റ് സംസാരിക്കുന്നവർ.
വഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അവിടുത്തെ ചര്യകൾ മുഴുവൻ ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇന്നി അഖ്ശാ ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി, അവിടുത്തെ ഏതെങ്കിലും കൽപ്പനകളിൽ നിന്ന് ചര്യകളിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയാൽ ഞാൻ ഭയക്കുന്നു. അന്നസീഗ, ഞാൻ വഴിപഴച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ചര്യയെ പിൻപറ്റുകയും അതിൻ്റെ പ്രാധാന്യമറിഞ്ഞ് മുന്നോട്ട് പോവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊള്ളാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മതത്തിൻ്റെ അധ്യായത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. പഠിതാക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഒത്തുകൂടുന്ന എല്ലാവരെയും നമ്മളെല്ലാവരെയും അള്ളാഹു തആല ഹക്കിൻ്റെയും ഖൈറിൻ്റെ അഹ്ലുകാരാക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് സമാഗതമാകുന്നു. ഹൃദയം തുറന്ന് സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ മൗലിദ് ഓതണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു സന്തോഷം വേണം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم